ബാക്ക് ടു അവർ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇനി ഈ വീഡിയോയിൽ നമുക്ക് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് നോക്കാം. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യം വരുന്നത് ഇഫ് ആണ്. ഇഫിൽ നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ട് കൊടുക്കുന്നു. ഈ കണ്ടീഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു റിസൾട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് എന്താണ് ഇഫ് എന്ന് നോക്കാം. ഇന്ന് നമുക്ക് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ച് നോക്കാം. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ 3 ഭാഗങ്ങളാണുള്ളത്: ഇഫ് എൽസ്, എലിഫ്, എൽസ്. ആദ്യം നമുക്ക് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ആ കണ്ടീഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇഫിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത്, അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അത് എൻഡ് ചെയ്യുന്നു. അപ്പം നമുക്കിത് കൊടുത്തു നോക്കാം. ഇതിന് കൊടുത്തു നോക്കുമ്പോൾ ഒരു സിൻറ്റാക്സ് ഉണ്ട്. ആ സിൻറ്റാക്സ് എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം ഇഫ് എന്നുള്ളത് എഴുതുക. അതിന് ശേഷം എന്ത് കണ്ടീഷനാണോ നിങ്ങൾ കൊടുക്കുന്നത് അതിവിടെ കൊടുക്കാം. കണ്ടീഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു കോളൻ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് ഇഫിൻ്റെ നേരെ ചോട്ടിൽ എഴുതാൻ പാടില്ല, കുറച്ചും കൂടി നീക്കിയിട്ട് എഴുതണം. അപ്പോഴാണ് ആ ഇഫിൻ്റെ ഉള്ളിലാണ് സ്റ്റേറ്റ്മെൻറ്റുകൾ വരികയെന്ന് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇൻഡൻറ്റേഷൻ എറർ എന്ന് പറഞ്ഞിട്ട് ഒരു എറർ വരും. അപ്പോൾ ഇഫ് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ അല്ലാതെ കുറച്ച് സ്പേസ് വിട്ടിട്ട് എഴുതാം കേട്ടോ. ഇവിടെ നമുക്ക് എന്താണോ, ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണോ എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് ആ സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സിൻറ്റാക്സ് എന്ന് പറഞ്ഞാൽ ഇഫ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് കണ്ടീഷനാണോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടത് അത് കൊടുക്കുക. അത് ശരിയാണെന്നുണ്ടെങ്കിൽ എന്ത് സ്റ്റേറ്റ്മെൻ്റ് ആണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അത് ഇതിന് താഴെയായിട്ട് കുറച്ച് സ്പേസ് നീക്കിയിട്ട് കൊടുക്കുക. ഇത്രയാണ് ചെയ്യാം. ഇനി നമുക്കതിനൊരു എക്സാമ്പിൾ നോക്കാം. ഒരു നമ്പർ നമുക്ക് പോസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പം എങ്ങനെയാണ് ഒരു നമ്പർ പോസിറ്റീവ് ആണോ എന്ന് നോക്കുക. ഒരു നമ്പർ ലൈനിൽ 0-നേക്കാളും മുകളിലുള്ള എല്ലാ നമ്പേഴ്സും പോസിറ്റീവും താഴെയുള്ളത് നെഗറ്റീവും ആണ്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ നമ്പർ 0-നേക്കാളും മുകളിലാണോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കിവിടെ കൊടുത്ത് നോക്കാം. A = 10 എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി A പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാണ് പോകണത്. അപ്പോൾ ഇഫ് കൊടുത്തു, അതിനുശേഷം കണ്ടീഷൻ എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ A > 0 ആണോ നോക്കി, എന്നിട്ട് കോളൻ കൊടുത്തു. ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പ്രിൻറ്റ് ചെയ്യണത്, ഇറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പർ എന്ന് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ പ്രിൻറ്റിൻ്റെ ഉള്ളിൽ ഇറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പർ എന്ന് കൊടുത്തു. റൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പോസിറ്റീവ് നമ്പർ എന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന കണ്ടീഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇഫിൻ്റെ ഉള്ളിലുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കത് തെറ്റിച്ച് കൊടുത്തു നോക്കാം. ഞാൻ -10 ആണ് കൊടുത്തത്. -10 കൊടുത്തിട്ട് റൺ ചെയ്യുന്ന സമയത്ത് കണ്ടോ അത് വർക്കാവുന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഇവിടെയും നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇഫിൻ്റെ ഉള്ളിൽ എന്താണോ നമ്മൾ കൊടുത്തത് ആ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ ഫോൾസ് ആണെങ്കിൽ എൽസിൻ്റെ ഉള്ളിൽ എന്താണോ കൊടുത്തത് അത് എക്സിക്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതേ പ്രോഗ്രാമിൽ തന്നെ നമുക്ക് മാറ്റി നോക്കാം. ഇവിടെ A > 0 ആണെങ്കിൽ അത് പോസിറ്റീവ് നമ്പറാണ് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അത് നെഗറ്റീവ് നമ്പറാണ് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എൽസ് കൊടുക്കാം. എൽസ് കൊടുത്തതിന് ശേഷം കോളൻ കൊടുക്കണം. അതിനുശേഷം കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, എൽസിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇത്തിരി നീക്കിയിട്ട് വേണം എഴുതാനായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പ്രിൻറ്റ്, അല്ലെങ്കിൽ അത് നെഗറ്റീവ് നമ്പർ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ നെഗറ്റീവ് നമ്പറാണുള്ളത്. അപ്പോൾ ഈ കണ്ടീഷൻ തെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൽസിൽ എന്താണോ ഉള്ളത് ആ കണ്ടീഷനായിരിക്കും പ്രിൻറ്റ് ചെയ്യുക. നമുക്ക് റൺ ചെയ്ത് നോക്കാം. കണ്ടോ നെഗറ്റീവ് നമ്പർ എന്നാണ് വന്നത്. നമുക്കത് കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇഫിൻ്റെ ഉള്ളിലേക്ക് പോകും, പോസിറ്റീവ് നമ്പർ എന്ന് വന്നു. അപ്പോൾ ഇതാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തത് നമുക്ക് ഇഫ് എലിഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. നമുക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചിലപ്പോഴൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുന്ന അവസരങ്ങളിലാണ് ഈ എലിഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇഫിൻ്റെ ഉള്ളിലത്തെ കോഡുകൾ എക്സിക്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി ഇഫ് തെറ്റാണെന്നുണ്ടെങ്കിൽ അടുത്ത കണ്ടീഷൻ നോക്കുന്നു. അടുത്ത കണ്ടീഷനിൽ നോക്കിയിട്ട് അടുത്ത കണ്ടീഷൻ ശരിയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ നെക്സ്റ്റ് കണ്ടീഷനിലേക്ക് പോകുന്നു. അതിന് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാനായിട്ട് ഒരു പ്രോഗ്രാമിൽ തന്നെ പറ്റും. ഇനി എല്ലാ കണ്ടീഷനും ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ എൽസിൽ എന്താണോ നമ്മൾ എഴുതിയത് അത് പ്രിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്ത് നോക്കാം നമുക്ക്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഒരു നമ്പർ 0 ആണോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ്. അപ്പോൾ എക്ക് ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് 0 ആണോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം. അപ്പോൾ നമുക്ക് ഒന്നോ അതിലധികമോ കണ്ടീഷൻസ് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 2 കണ്ടീഷൻസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നു.
അപ്പോൾ ആദ്യം നോക്കാം. ഇഫ് കണ്ടീഷൻ കൊടുക്കുന്നു. ആദ്യം എ ഈക്വൽ ടു 0 ആണോ നോക്കുന്നു. 0 ആണെങ്കിൽ എന്ത് പ്രിൻറ്റ് ചെയ്യണം? ഈ 0 എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത കണ്ടീഷൻ നോക്കണം. എയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് അടുത്ത കണ്ടീഷനിൽ ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് എൽ ഇഫ് എന്ന് പറഞ്ഞ് കൊടുക്കുക. എന്നിട്ട് അടുത്ത കണ്ടീഷൻ കൊടുക്കുക. എ ഗ്രേറ്റർ ദാൻ 0 എന്ന് കൊടുക്കുക. എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്ത് ചെയ്യണം? പ്രിൻറ്റ് എ ഈസ് എ പോസിറ്റീവ് നമ്പർ അല്ലേ. എ ഈസ് എ പോസിറ്റീവ് നമ്പർ കൊടുക്കാം. അല്ലെങ്കിൽ അത് നെഗറ്റീവ് നമ്പർ ആവും. അപ്പോൾ അത് നമുക്ക് എൽസിൻ്റെ ഉള്ളിൽ കൊടുക്കാം. അപ്പോൾ രണ്ട് കണ്ടീഷനും തെറ്റാണെന്നുണ്ടെങ്കിൽ എന്താണോ എൽസിൻ്റെ ഉള്ളിൽ കൊടുത്തത് അതായിരിക്കും വരിക. അപ്പോൾ എൽസിൻ്റെ ഉള്ളിൽ ഇനി പ്രിൻറ്റ് എ ഈസ് എ നെഗറ്റീവ് നമ്പർ എന്ന് കൊടുത്തു. ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ പോസിറ്റീവ് നമ്പറാണ് കേട്ടോ കൊടുത്തത്. ആദ്യം നമുക്ക് 0 കൊടുത്ത് നോക്കാം. 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇഫിൻ്റെ ഉള്ളിലേക്ക് വരും. 0 ആണോ എന്ന് ചെക്ക് ചെയ്തു. ശരിയാണെന്നുണ്ടെങ്കിൽ എന്താണോ പ്രിൻറ്റിൽ കൊടുത്തത് അത് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ എ ഈസ് 0 കൊടുക്കാം. ഇനി റൺ ചെയ്യിക്കാം. കണ്ടോ 0 ആയി. ഇനി എയുടെ വാല്യൂ മാറ്റി കൊടുക്കാം. എ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ 10 കൊടുത്ത് നോക്കാം. അപ്പോൾ ആദ്യം എ 0 ആണോ നോക്കി. അപ്പോൾ അത് തെറ്റാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് നോക്കുന്നു. അത് ശരിയാണെങ്കിൽ എന്താണോ എൽഇഫിൻ്റെ ഉള്ളിലുള്ളത് ആ കണ്ടീഷനായിരിക്കും പ്രിൻ്റ് ആവുക. ഇത് റൺ ചെയ്യിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ എ ഈസ് പോസിറ്റീവ് നമ്പർ എന്ന് കൊടുത്തു. ഇനി നമുക്ക് എയുടെ വാല്യൂ നെഗറ്റീവ് ആക്കാം. നെഗറ്റീവ് ആക്കി കഴിഞ്ഞാൽ ഈ കണ്ടീഷനും തെറ്റാണ്, ഈ കണ്ടീഷനും തെറ്റാണ് അല്ലേ. അപ്പം നേരെ എൽസിലേക്ക് വന്നിട്ട് എൽസിൽ എന്താണോ കൊടുത്തത് അത് പ്രിൻറ്റ് ചെയ്യും. ഇനി റൺ ചെയ്ത് നോക്കാം. കണ്ടോ നെഗറ്റീവ് നമ്പറിന് പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് എൽഇഫ് വെച്ചിട്ട് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര കണ്ടീഷൻ ചെക്ക് ചെയ്യണോ അതൊക്കെ എൽഇഫ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ച് നോക്കി. അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ടാസ്ക് നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഒരു പേഴ്സൺ വോട്ടിങ്ങിന് എലിജിബിൾ ആണോ അല്ലയോ എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ആ പ്രോഗ്രാം നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് ഒരു പേഴ്സൺ വോട്ട് ചെയ്യാൻ എലിജിബിൾ ആണോ എന്ന് തീരുമാനിക്കുക? അവരുടെ വയസ്സ് നോക്കുക. വയസ്സ് 18 മീതെയാണെങ്കിൽ അവർ എലിജിബിൾ ആണ് വോട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അല്ല എന്ന് പറയണം അല്ലേ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒരു പേഴ്സണോട് ഏജ് ആണ് ചോദിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇൻപുട്ട്, ഒരു പേഴ്സൻ്റെ ഏജ് നമുക്ക് ഇൻപുട്ടായിട്ട് വാങ്ങിക്കണം. അപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേണം എഴുതാനായിട്ട്. അപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ എൻ്റർ യുവർ ഏജ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഏജ് എന്ന് പറഞ്ഞ് തരുന്നത് എന്തായിരിക്കും? ഇൻറ്റീജർ നമ്പറാണ്. അപ്പോൾ അതിനെ ഇൻറ്റീജർ നമ്പറാക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് ഇൻറ്റ് എന്ന് പറഞ്ഞ് ഫംഗ്ഷൻ കൊടുത്തു. ഒരു ഏജ് നമുക്ക് കിട്ടി. ആ ഏജിനെ ഏജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിൻ്റെ ഉള്ളിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി എന്ത് ചെയ്യണം? ഇഫ് കണ്ടീഷൻ വെച്ചിട്ട് ആ ഏജിനെ ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്കത് കൊടുത്ത് നോക്കാം. ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ 18 ആണെങ്കിൽ എന്ത് പറയണം? വോട്ടിങ്ങിന് എലിജിബിൾ ആണെന്ന് പറയണം. അപ്പോൾ പ്രിൻറ്റിൻ്റെ ഉള്ളിൽ യു ആർ എലിജിബിൾ ഫോർ വോട്ടിംഗ് എന്ന് വരണം. അല്ലെങ്കിൽ അപ്പോൾ എൽസ് കൊടുത്തു. അല്ലെങ്കിൽ എന്ത് വരണം? പ്രിൻറ്റിൻ്റെ ഉള്ളിൽ നോട്ട് എലിജിബിൾ എന്ന് പ്രിൻറ്റ് ചെയ്യണം. നോട്ട് യു ആർ നോട്ട് എലിജിബിൾ ഫോർ വോട്ടിംഗ് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്യണം. ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റർ ഏജ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ 10 എന്ന് കൊടുത്തു. അപ്പോൾ യു ആർ നോട്ട് എലിജിബിൾ ഫോർ വോട്ടിംഗ് എന്ന് വന്നു. അപ്പോൾ ഇവിടെ എന്താണ് ഉണ്ടായത്? ഏജ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ ഉള്ളിലേക്ക് ആ 10 എന്ന് പറഞ്ഞ വാല്യൂ വന്നു. ആ 10 ഗ്രേറ്റർ ദാൻ 80 ആണോ നോക്കി. അല്ലാന്നുണ്ടെങ്കിൽ എൽസിൽ എന്താണോ ഉള്ളത് അത് പ്രിൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി നമുക്ക് 18 ഗ്രേറ്റർ ആയിട്ട് കൊടുത്ത് നോക്കാം. എൻ്റർ ഏജ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ 20 കൊടുത്തു. അപ്പോൾ എലിജിബിൾ ഫോർ വോട്ടിംഗ് എന്ന് വന്നു. ഇവിടെ എന്താ ചെക്ക് ചെയ്തത്? ഏജ് ഗ്രേറ്റർ ദാൻ 18 ആണെങ്കിൽ ഈ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ ഇഫിൽ എന്താണോ എഴുതിയത് അത് പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു പേഴ്സൺ വോട്ടിങ്ങിന് എലിജിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാം. ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇന്ന് നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയ ഇഫ്, എൽസ്, എൽഇഫ് തുടങ്ങിയ ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട 2 ചെറിയ ടാസ്കുകൾ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ടാസ്ക് യൂസറുടേന്ന് ഒരു നമ്പർ വാങ്ങിച്ചിട്ട് അത് ഓഡാണോ ഈവൺ ആണോ എന്ന് പറയണം. അതുപോലെ രണ്ടാമത്തത് 2 നമ്പേഴ്സ് യൂസറിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതിലേതാണോ ലാർജസ്റ്റ് നമ്പർ അത് പ്രിന്റ് ചെയ്യിക്കാം. അപ്പോൾ ഇത് ചെയ്ത് നോക്കാം കേട്ടോ. ഈ വീഡിയോയിൽ നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഗ്രൂപ്പുകളെ കുറിച്ച് നോക്കാം. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.